പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, വീഡിയോയുടെ ലെങ്ത് കൂടി പോകാതിരിക്കാനായിട്ട് വളരെ ഷോർട്ടായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഓക്കെ, ഞാനിപ്പോൾ കൊരട്ടി ലത്തിമ്പള്ളിയുടെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഓപ്പറേഷൻ തിരശ്ശീല കീറൽ? അതായത് നമുക്കറിയാം, യഹൂദർ പഴയ നിയമത്തിൽ സമാഗമന കൂടാരം പണിയുന്നു, അത് ബാബിലോൺകാർ നശിപ്പിക്കുന്നു. തുടർന്ന് പുതിയ ദേവാലയം യഹൂദർ പണിയുന്നു. അപ്പോൾ ദേവാലയത്തിനുള്ളിൽ പുരോഹിതന്മാർക്ക് റോളുള്ളൂ. ഇസ്രായേൽക്കാർ, യഹൂദർ വിശുദ്ധ സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്ത് കയറി ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. പുരോഹിതന്മാർക്ക് മാത്രമേ റോളുള്ളൂ. പുരോഹിതന്മാർ ഒരു കാര്യം വളരെ സൂക്ഷിച്ചിരുന്നു: വിശുദ്ധി അഥവാ പരിശുദ്ധി പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം സൂക്ഷിച്ചിരിക്കുന്നു എന്ന വാക്ക്. വിശുദ്ധി, പരിശുദ്ധി തുടങ്ങിയ പ്രയോഗങ്ങളാണ് എസെക്കിയേൽ പ്രവചനത്തിൽ. എസെക്കിയേൽ പ്രവാചകൻ ബേസിക്കലി ഒരു പുരോഹിതൻ കൂടെയാണ്. അതുകൊണ്ടാണ് ഈ വിശുദ്ധി, പരിശുദ്ധി തുടങ്ങിയ വാക്കുകൾ എഴുതി വച്ചിരിക്കുന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് ഇരിക്കുന്നത് എന്താണ്? വിശുദ്ധി, പരിശുദ്ധി. അത് ആ ഒരു പദപ്രയോഗം തെറ്റല്ലേ? കാരണം അകത്ത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദൈവസാന്നിധ്യമാണ്. പരിശുദ്ധിയുമല്ല, വിശുദ്ധിയുമല്ല, ദൈവസാന്നിധ്യമാണ്. ഈശോ മരിക്കുന്ന സമയം ദൈവസാന്നിധ്യം തിരശ്ശീല കീറി പുറത്തേക്ക് വന്ന ഭൂമി, ശപിക്കപ്പെട്ട ഭൂമി, മണ്ണിൻ്റെ മേലുള്ള ശാപം നീങ്ങിപ്പോകുന്നു. ആ സമയം തന്നെ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ അങ്ങനെ വർദ്ധിച്ചു. പഴയ നിയമത്തിൽ ദൈവസാന്നിധ്യം ദേവാലയത്തിൽ ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെപ്പോലെയായിരുന്നു. പക്ഷേ ഈശോയുടെ മരണശേഷം ഈ ഭൂമിയുടെ മേലുള്ള സർവ്വ അധികാരവും ഈശോ നേടിയെടുത്തു. അങ്ങനെയാണ് ഈശോ അവസാനം ശിഷ്യന്മാരോട് പറഞ്ഞത്: ഭൂമിയുടെ മേലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ടോട്ടലി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓപ്പറേഷൻ തിരശ്ശീല കീറൽ എന്താണെന്ന് മനസ്സിലായില്ലേ? മണ്ണിൻ്റെ മേലുള്ള ശാപം നീക്കാനായിട്ടാണ് ഈശോ ദേവാലയത്തിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത്. കിട്ടേണ്ട ഐഡിയ, നിങ്ങൾക്ക് കിട്ടേണ്ട പൊരുൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.